പ്രൈസ് ദി ലോർഡ്. എല്ലാവർക്കും എൻ്റെ പ്രഭാത വന്ദനം. ഇന്ന് വചന ചിന്തയ്ക്ക് ആധാരമായി ഒരു വാക്യം വായിക്കാം. 61 സങ്കീർത്തനം 2 വാക്യം. എൻ്റെ ഹൃദയം ക്ഷീണിക്കുമ്പോൾ ഞാൻ ഭൂമിയുടെ അറ്റത്തു നിന്നു നിന്നെ വിളിച്ചപേക്ഷിക്കും. എനിക്ക് അത്യുന്നതനായ പാറയിലേക്ക് എന്നെ നടത്തണമേ. ഇതൊരു ദാവീദിൻ്റെ ഒരു സങ്കീർത്തനമാണത്. അതിൻ്റെ ഹെഡിങ്ങിൽ തന്നെ നമുക്ക് മനസ്സിലാക്കുവാൻ കഴിയുന്നു. ദൈവത്തിൻ്റെ സംരക്ഷണത്തിലുള്ള ഉറപ്പിനെ കുറിച്ചാണ് മനസ്സിലാക്കുവാൻ കഴിയുന്നത്. സ്തോത്രം. ഈ ലോകത്തായിരിക്കുമ്പോൾ പല വ്യക്തികൾ പല വാക്കിൽ കൂടെ നമുക്ക് ഉറപ്പ് തന്നേക്കാം. പക്ഷേ ആ ഉറപ്പ് പലപ്പോഴും പോകുവാനിടയാകും. ഈ സങ്കീർത്തനക്കാരൻ തൻ്റെ അനുഭവത്തിൽ കൂടെ വളരെ വ്യക്തമായി മനസ്സിലാക്കിച്ചു തരുന്ന കാര്യം, ദൈവമേ എൻ്റെ നിലവിളി കേൾക്കണമേ, എൻ്റെ പ്രാർത്ഥന ശ്രദ്ധിക്കണമേ. എന്തിനാ നിലവിളിക്കുന്നത്? നിലവിളിയുടെ ശബ്ദം കേൾക്കുവാൻ ഒരു വ്യക്തിയുണ്ട്, ഒരു ദൈവമുണ്ട്. എൻ്റെ പ്രാർത്ഥന ശ്രദ്ധിക്കുവാൻ സർവശക്തനായ ദൈവം ഉണ്ട്. എൻ്റെ ഹൃദയം ക്ഷീണിക്കുമ്പോൾ എനിക്ക് വിളിച്ചപേക്ഷിക്കുവാൻ, എൻ്റെ വിളിച്ചപേക്ഷിക്കുന്ന അപേക്ഷ കേൾക്കുവാൻ സർവശക്തനായ ദൈവം ഇപ്പോഴും ജീവനോടെയുണ്ട്. ജീവനുള്ള ദൈവത്തിൻ്റെ പ്രവൃത്തികൾ ഇന്നും നിന്നു പോയിട്ടില്ല എന്ന് ദൈവഭക്തന് ബോധ്യമുള്ളത് കൊണ്ടാണ് താൻ നിലവിളിക്കുന്നത്. ഹല്ലേലൂയ. എന്നെ കേൾക്കുന്ന വ്യക്തി ജീവിതമേ, ദൈവത്തിൻ്റെ സന്നിധിയിൽ ചില ദിവസങ്ങളായി നിലവിളിക്കുന്ന വിഷയങ്ങളുടെ നടുവിൽ ഒരു ഉറപ്പ് നൽകുവാൻ, സംരക്ഷണത്തിലുള്ള ഉറപ്പ് ദൈവത്തിന് നൽകുവാൻ സാധിക്കും. ഹല്ലേലൂയ. പല വ്യക്തികളും നമ്മോട് പറയുന്ന ഉറപ്പ് താൽക്കാലികമാകട്ടോ, പക്ഷേ എൻ്റെ കർത്താവ് ഒരു വാക്കു പറഞ്ഞാൽ അതിനൊരു മാറ്റവുമില്ല. വാഗ്ദത്തങ്ങളിൽ വിശ്വസ്തനായ ദൈവം അബ്രഹാമിനോട് എൻ്റെ കർത്താവ് പറഞ്ഞു, അത് ഹല്ലേലൂയ അവൻ്റെ ജീവിതത്തിൽ നിറവേറുവാനിടയായി. ഹല്ലേലൂയ. എന്നെ കേൾക്കുന്ന ദൈവത്തിൻ്റെ പൈതലെ, പൂർവ്വപിതാക്കന്മാരോട് എൻ്റെ കർത്താവ് പറഞ്ഞത് അനുഷ്ഠിച്ചു എങ്കിൽ നമ്മോട് എത്രയധികം ചെയ്യും. നാം ദൈവസനെ നിലവിളിക്കുവാൻ തയ്യാറാവുകയാണെങ്കിൽ, എൻ്റെ കർത്താവിൻ്റെ സന്നിധിയിൽ പ്രാർത്ഥിക്കുവാൻ തയ്യാറാണെങ്കിൽ, നിൻ്റെ ഹൃദയം ക്ഷീണിക്കുമ്പോൾ നീ ഭൂമിയുടെ അറ്റത്തു നിന്ന് വിളിച്ചപേക്ഷിക്കുവാൻ തയ്യാറാണെങ്കിൽ, എൻ്റെ കർത്താവ് നിന്നെ നടത്തുവാൻ ശക്തനാണെന്ന് ദൈവത്തിൻ്റെ പരിശുദ്ധാത്മ വളരെ വ്യക്തമായി ഇന്ന് വിളിച്ചു പറയുകയാണ്. ഹല്ലേലൂയ. ഈ വചനത്തിൽ നൽകുന്ന വെളിപ്പാടുകൾ നീ സ്വീകരിച്ച് ദൈവസന്നിധിയിൽ അടുത്തു വരുമെങ്കിൽ, നിന്റെ ജീവിതത്തിൽ ഈ ദിവസങ്ങളിൽ ഭാരപ്പെടുന്ന, പ്രാർത്ഥിക്കുന്ന, ഹല്ലേലൂയ നിലവിളിക്കുന്ന വിഷയത്തിന് മധ്യേ അത് ലഭിക്കും എന്നുള്ള ഉറപ്പൊന്ന് വെളിപ്പെടുവാൻ പോകുകയാണ്. ഹല്ലേലൂയ. എന്നെ കേൾക്കുന്ന ദൈവത്തിൻ്റെ പൈതലെ, ഹല്ലേലൂയ, നീ കർത്താവ് തരുന്ന ഈ കർത്താവ് തരുന്ന ആയുസ് മുഴുവന് ക്രിസ്തുവിൽ നീ ഉറച്ചു നിൽക്കുകയാണെങ്കിൽ, നിന്റെ വിഷയത്തിന് ഹല്ലേലൂയ മറുപടി തരുക, നിന്റെ നിലവിളിയുടെ ശബ്ദം കേൾക്കുക, നിന്റെ ക്ഷീണാവസ്ഥയിൽ ഒരു വിടുതൽ നൽകുക, നിന്റെ രോഗത്തിൽ നിന്ന് വിടുതൽ പ്രാപിക്കുക. ഹല്ലേലൂയ. മാനസികമായി നീ വേദനിക്കുന്ന അനുഭവത്തിൽ നിന്ന് പുറത്തു കൊണ്ടുവരുക സർവശക്തനായ ദൈവത്തിന് കഴിയും. എന്നെ കേൾക്കുന്ന ദൈവത്തിൻ്റെ ജനമേ, ദൈവസന്നിധി ഉറയ്ക്കുവാൻ തയ്യാറാണോ? ദൈവത്തോട് നീ നിലവിളിക്കുവാൻ തയ്യാറാണോ? ഹൃദയം ക്ഷീണിക്കുമ്പോൾ നിന്റെ ഭൂമിയുടെ അറ്റത്ത് നിന്ന് ക്രിസ്തുവിനെ വിളിച്ചപേക്ഷിക്കുവാൻ തയ്യാറാണെങ്കിൽ, അത്യുന്നതനായ ദൈവം നമ്മളെ ഉറപ്പിക്കുവാൻ, ഹല്ലേലൂയ, ദൈവസന്നിധിയിൽ ഒരു ഉറപ്പ് നൽകുവാൻ, നിന്നെ ഞാൻ വിടുവിക്കും, നിന്നെ ഞാൻ സൗഖ്യമാക്കും, നിന്നെ ഞാൻ സംരക്ഷിക്കുമെന്നുള്ള ഉറപ്പ് നൽകുക ദൈവത്തിൻ്റെ സാന്നിധ്യം ഇന്ന് പകൽക്കാലം വെളിപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. ഈ വചനം ആരൊക്കെ ഏറ്റെടുക്കുന്നു, ആ വചനം ഹല്ലേലൂയ ഏറ്റെടുക്കുന്നവർക്ക് ഒരു വിടുതൽ, ഹല്ലേലൂയ, വചനം ഏറ്റെടുക്കുന്നവർക്കൊരു ദൈവപ്രവൃത്തി ഇന്ന് പകൽക്കാലം വെളിപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. എന്നെ കേൾക്കുന്ന ദൈവജനമേ, ഒരിക്കലും ഭാരപ്പെടേണ്ട കേട്ടോ. പലപ്പോഴും മനുഷ്യൻ പറഞ്ഞ വാക്കുകൾ, ഹല്ലേലൂയ, അത് മാറി നിൽക്കുമ്പോൾ, ഹല്ലേലൂയ, എൻ്റെ കർത്താവ് എന്തിനാ ദൈവമേ എൻ്റെ ജീവിതത്തിൽ ഇങ്ങനെ വന്നു എന്ന് ചിന്തിക്കരുത്. നിന്നെ പുറത്തു കൊണ്ടുവരുക, നിന്റെ നിലവിളിയുടെ ശബ്ദം കേൾക്കുക, നിന്റെ ഹൃദയത്തിലെ ക്ഷീണാവസ്ഥകൾ മാറ്റുക, നിന്റെ രോഗത്തു നിന്ന്
നിന്നൊരു വിടുതൽ നൽകുക. വിദ്യാഭ്യാസത്തിൽ പുറകോട്ടൊന്ന് നീ മടിച്ചിരിക്കേണ്ട, മുന്നോട്ട് നിന്നെ കൊണ്ടുവരുക. ദൈവം ശക്തനാണ്. ഇന്ന് നീ നിലവിളിക്കുവാൻ തയ്യാറാവുക. നീ ആരോടാ നിലവിളിക്കുന്നത്? സർവശക്തനായ ദൈവത്തോടാണെങ്കിൽ നിനക്കൊരു ഉയർച്ചയുണ്ട്. സർവശക്തനായ ദൈവത്തോടാണോ നീ പ്രാർത്ഥിക്കുന്നതെങ്കിൽ നിനക്കൊരു ഉയർച്ചയുണ്ട്. നീ ഹൃദയം ക്ഷീണിക്കുമ്പോൾ ദൈവത്തോടാണോ നീ നിലവിളിക്കുന്നതെങ്കിൽ നിനക്കൊരു ദൈവപ്രവൃത്തി ഉണ്ടെന്ന് ദൈവത്തിൻ്റെ പരിശുദ്ധാത്മ വളരെ വ്യക്തമായി പറയുന്നു. എന്നെ കേൾക്കുന്ന ദൈവത്തിൻ്റെ പൈതല്, ഒരു ദൈവഭക്തൻ തൻ്റെ അനുഭവത്തിൽ കൂടെ ഈ വചനങ്ങൾ വിളിച്ചു പറയുന്നുണ്ട് എങ്കിൽ എൻ്റെയും നിൻ്റെയും ജീവിതത്തിൽ ഹല്ലേലൂയ പലപ്പോഴും നീറുന്ന അനുഭവത്തിൽ ഇരിക്കുന്ന വിഷയത്തിന് മധ്യേ ഹല്ലേലൂയ വാഗ്ദത്തങ്ങളിൽ വിശ്വസ്തനായ ദൈവം നമ്മെ നടത്തുക, നമ്മുടെ പ്രാർത്ഥനകൾ ശ്രദ്ധിക്കുക, നമ്മുടെ വിഷയങ്ങൾക്ക് പരിഹാരം നൽകുക, നമ്മുടെ ഹൃദയത്തിലെ ക്ഷീണാവസ്ഥകൾ മാറ്റി പുറത്തു കൊണ്ടുവരുക, രോഗത്തിൽ നിന്നൊരു വിടുതൽ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് എനിക്കും നിനക്കും വേണ്ടി ഇറങ്ങി വന്നിട്ടുണ്ട്. ആർക്കൊക്കെ ദൈവത്തിൽ തീരുമാനമെടുക്കുവാൻ സാധിക്കും, ആർക്കൊക്കെ ദൈവത്തിൽ നിലവിളിക്കുവാൻ സാധിക്കും, ആർക്കൊക്കെ ദൈവത്തിൽ അടുത്തു വരുവാൻ സാധിക്കും. എന്നെ കേൾക്കുന്ന ദൈവത്തിന്റെ പൈതലെ, സമയങ്ങൾ തീരെ ഇല്ല കേട്ടോ. ഇനി കർത്താവ് വരുവാൻ ആഗതമായി. ദൈവത്തിന്റെ ഹല്ലേലൂയ, കർത്താവിന്റെ വരവാഗതമായി. ഹല്ലേലൂയ, ദൈവത്തിന്റെ സന്നിധിയിൽ നിലവിളിക്കുക, പ്രാർത്ഥിക്കുക. ഈ ദിവസങ്ങൾ കർത്താവിന്റെ സന്നിധിയിൽ അടുത്തു വരിക. എന്നാൽ എൻ്റെ കർത്താവ് നിന്റെയും അടുത്തു വരും. സങ്കേതവും ബലവുമായ ദൈവത്തിന്റെ സന്നിധിയിൽ പരമാർത്ഥ ഹൃദയത്തോട് സ്തോത്രം ചെയ്തുകൊണ്ട് ഹല്ലേലൂയ ദൈവസന്നിധിയിൽ ആത്മാർത്ഥമായി നിൽക്കുക. ഹല്ലേലൂയ പല വാക്കുകൾ കേട്ട് നീ ഹല്ലേലൂയ മനസ്സ് മുറിഞ്ഞു പോകരുത്. ഹല്ലേലൂയ നിന്ദകൾ കേട്ട് ഹല്ലേലൂയ നീ ദിവസങ്ങൾ പാഴാക്കി കളയരുത്. പല കാര്യങ്ങളും കേട്ട് ഹല്ലേലൂയ ദൈവമേ ഇതെങ്ങനെ ഹല്ലേലൂയ എന്ന് പറയരുത്. ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് പറയുന്നു, നിന്നെ മാനിക്കുക, നിന്നെ ഹല്ലേലൂയ ബലപ്പെടുത്തുക, ഹല്ലേലൂയ നിന്നെ ഉറപ്പിക്കുക. ക്രിസ്തുവിൻ്റെ വചനത്തിന് മാത്രമേ കഴിയത്തുള്ളൂ. ന്യായപ്രമാണത്തോട് പ്രിയമുള്ളവർക്ക് സമാധാനമുണ്ട്, വീഴ്ചയ്ക്ക് സംഗതി ഏതുമില്ല എന്ന് കർത്താവിൻ്റെ വചനം വിളിച്ചു പറയുമ്പോൾ ഈ ദിവസങ്ങളിൽ നമുക്ക് ഉറപ്പ് നൽകുക. ക്രിസ്തുവിൻ്റെ വചനത്തിന് ക്രിസ്തുവിന് മാത്രമേ കഴിയത്തുള്ളൂ. ഒരു മനുഷ്യനും കഴിയത്തില്ല കുഞ്ഞേ, അല്ല ഒരു കൂടപ്പിറപ്പുകൾക്കും കഴിയത്തില്ല കുഞ്ഞേ. പല സ്നേഹിതന്മാരുമുണ്ട്, പക്ഷേ അവരുടെ വാക്കുകൾ ഹല്ലേലൂയ ദൈവമേ ആ വാക്കുകൾ കൊണ്ടൊന്നും നമുക്കൊരു ഉറപ്പില്ല. എന്നാൽ ക്രിസ്തു പറഞ്ഞ വാക്കിന് കർത്താവ് ഹല്ലേലൂയ നമ്മെ ഉറപ്പിച്ചിരിക്കുന്ന ആ ഉറപ്പ് ഹല്ലേലൂയ നമുക്ക് ഉറച്ച് വിശ്വസിക്കുവാൻ സാധിക്കും. എന്നെ കേൾക്കുന്ന ദൈവത്തിൻ്റെ പൈതലെ, കർത്താവിൻ്റെ വചനത്തിൽ കീഴ്പ്പെട്ട് ബലപ്പെട്ട് ഹല്ലേലൂയ ന്യായപ്രമാണത്തിൽ ഉറച്ച് നിന്നാൽ നിൻ്റെ ജീവിതത്തിൽ ഒരു വിടുതലുണ്ട്, ഒരു ദൈവപ്രവൃത്തിയുണ്ട്. ഈ വചനങ്ങളാൽ ദൈവം ധാരാളം അനുഗ്രഹിക്കട്ടെ. ഓക്കെ, ഗോഡ് ബ്ലസ് യു.